കൊച്ചിയിൽ നടുറോഡിൽ ഇരുവിഭാഗം യുവാക്കൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 കൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തു. നഗരത്തിലെ ക്വീൻസ് വാക്ക്വേയിൽ കാറിലുള്ളവരെ ഒരു കൂട്ടർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. പുതുവൈപ്പിനിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് നഗരത്തിലുണ്ടായതെന്ന് പോലീസ്. സംഘത്തിലെ 3 പേർ പോലീസിന്റെ പിടിയിലായി. എറണാകുളം മറൈൻ ഡ്രൈവിനടുത്ത് ചാത്തിയാത്ത് റോഡിൽ കഴിഞ്ഞ വ്യാഴാഴ്ച അർദ്ധരാത്രിയുണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണിത്. രാത്രിയിൽ ഏറെ പേരെത്താറുള്ള ക്യൂൻസ് വാക്ക്വേയിലായിരുന്നു ആക്രമണം. കാറിലുള്ളവരെ ഒരു കൂട്ടർ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെയും വാഹനം അടിച്ചു തകർക്കുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പുതുവൈപ്പിനിൽ വെച്ച് യുവാക്കളുടെ 2 സംഘങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നതായി അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായി. അവിടെ കടയിൽ കാറിലെത്തിയ 4 അംഗ സംഘവും പ്രദേശവാസികളും തമ്മിലാണ് ആദ്യം പ്രശ്നങ്ങളുണ്ടായത്. സാധനം വാങ്ങി പണം കൊടുക്കാതെ പോകാൻ കാറിലെത്തിയവർ ശ്രമിച്ചെന്ന ആരോപണത്തിന്റെ പേരിലായിരുന്നു ഇതെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് പ്രദേശവാസിയെ 4 അംഗ സംഘം കാറിൽ തട്ടിക്കൊണ്ടുവന്നെന്നാണ് ഒരു വിഭാഗത്തിന്റെ പരാതി. ഇതുകൊണ്ടാണ് പിന്തുടർന്ന് ക്യൂൻസ് വാക്ക്വേയിൽ എത്തിയതെന്ന് ഇവർ പറയുന്നു. പിന്തുടർന്നു വന്ന സംഘം ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ദൃശ്യങ്ങൾ തെളിവാക്കി മറുവിഭാഗം ആരോപിക്കുന്നത്. പുതുവൈപ്പ് സംഭവത്തിൽ മുളവുകാട് പോലീസും ക്യൂൻസ് വാക്ക്വേയിലെ സംഭവത്തിൽ എറണാകുളം സെൻട്രൽ പോലീസും കേസെടുത്തു. സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ ആരും പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നില്ല. ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയത്. കാറിലുള്ളവരെ മർദ്ദിച്ച കേസിൽ 3 പേർ പിടിയിലായി. കസ്റ്റഡിയിലുള്ളവരുമായി പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തി. 2 കേസുകളിലായി 9 പേരാണ് പ്രതികളായുള്ളത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.